18 വരെ ഇനിയുള്ള ദിവസങ്ങൾ +1 കുട്ടികളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് അല്ലേ. ഇനി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കഴിയട്ടെ, ഇനി മുന്നോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഓരോ ദിവസവും പഠിക്കാം, എത്ര പോർഷൻസ് കവർ ചെയ്യാം, ഓരോ സബ്ജക്റ്റിനും എത്രയൊക്കെ ദിവസങ്ങൾ കൊടുക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നാളെ തൊട്ട് ഒക്ടോബർ 18 വരെയുള്ള ദിവസങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എക്സാം കഴിഞ്ഞുള്ള സമയം, അത് കഴിഞ്ഞ് അടുത്ത എക്സാം വരെയുള്ള സമയം എങ്ങനെ നന്നായിട്ട് അത്രയും സമയം കൊണ്ട് എല്ലാ പോർഷൻസും എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനിയൊരു ദിവസങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. +1 പഠിക്കുന്ന കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ വേറെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കുക. വേറെയുള്ള വഴക്ക്, വീട്ടിലുണ്ടാകുന്ന വഴക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വഴക്കുണ്ടാക്കിയല്ലേ, അപ്പനും അമ്മയൊക്കെ ആയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു വഴക്കുണ്ടാക്കുന്ന സ്വഭാവങ്ങളെല്ലാം ഒഴിവാക്കിക്കോ. മീൻസ് നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ വലിയ കോൺസെൻട്രേഷൻ കിട്ടുകയില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. സോ അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം ഒഴിവാക്കി വേണം ഇനിയുള്ള ഒക്ടോബർ 18 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈം ടേബിൾ മെയിനായിട്ട് സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഓരോ ദിവസവും എത്ര പോർഷൻസ് കവർ ചെയ്യാം എക്സാമിന് മുന്നേ ഉള്ള ദിവസം, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ടെൻഷനായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം ഇന്ന് 24-ാം തീയതി കഴിഞ്ഞ് നാളെ 28-നാണ് നിങ്ങൾക്ക് എക്സാം ആദ്യത്തേതുള്ളത് കെമിസ്ട്രി. അപ്പം 28 ആവാൻ ഇനി ഒരു 3 ദിവസമുണ്ട്. ആ ഒരു 3 ദിവസം, അതുപോലെ തന്നെ മാത്സിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം പഠിക്കാനും കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നാളെ 25-ാം തീയതി മാത്സ് ഇരുന്ന് പഠിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല എന്നോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പം ടെൻഷൻ കൂടുതലുള്ളവർ കെമിസ്ട്രി തന്നെ പഠിച്ചോ. ഞാൻ പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ കിട്ടും. അപ്പം 25-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് പഠിക്കുക. നിങ്ങൾക്കറിയാം മാത്സ് 16 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവർ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക. ഫോക്കസ് ഏരിയ ആദ്യം എല്ലാവരും ഫോക്കസ് ഏരിയ ഫസ്റ്റ് എടുത്തു വെക്കുക. ഫോക്കസ് ഏരിയ അനുസരിച്ച് മാത്രം ഇനി പഠിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തോട്ട് പോവേ വേണ്ട. അതുപോലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിന് തന്നെ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ഡിഫറെൻറ്റ് സ്ട്രീമുകാർക്കായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അത് നോക്കുക. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഒരേ ടൈപ്പ് ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് കിട്ടും. സോ അത് പഠിക്കുക. അപ്പം നാളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്സ് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാലാണ് പെട്ടെന്ന് ഓർമ്മ വരിക. ഇപ്പോൾ ഇക്വേഷൻസ് ആദ്യം ഫുള്ള് പഠിച്ച് പിന്നെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അത് ഒരൊറ്റ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ പോരാ, സൈറ്റിൽ കയറി നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കുക, എങ്ങനെ ഓരോ പാഠത്തിൽ നിന്നും എന്തൊക്കെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നാളത്തെ ആ ഒരു ദിവസം നിങ്ങൾ 25-ാം തീയതി മാത്സിന് മാത്രമായിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്കിലും ഒരിച്ചിരിയെങ്കിലും പഠിക്കുക. ഒട്ടും മാത്സ് ഒന്നും പഠിക്കാതെ നാളത്തെ ദിവസം അല്ലാണ്ട് വെറുതെ കളയരുത്. മാത്സ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക നാളത്തെ ദിവസം. അത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി 28-ന്, അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസമുണ്ട്, 26-ഉം 27-ഉം. ആ 2 ദിവസം നിങ്ങൾ കെമിസ്ട്രിക്ക് കൊടുത്തേ പറ്റൂ. കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാം 14 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. കെമിസ്ട്രി ടോട്ടല് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. 14 ചാപ്റ്റേഴ്സും ഇപ്പം നല്ല മീൻസ് മുഴുവനായിട്ട് ഇപ്പോൾ കവർ ചെയ്ത കുട്ടികളുണ്ടാവും, റിവിഷൻ 1-2 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടാവും. അവരൊന്നും കൂടെ പിന്നെയും ആദ്യം തൊട്ട് എല്ലാ പോർഷൻസും ഉള്ളതും ഒന്ന് പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാം 14 ചാപ്റ്റേഴ്സിലെ അവസാനത്തെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നല്ല എളുപ്പമുള്ള പോർഷൻസ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്, പി ബ്ലോക്ക് എലമെന്റ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, അതുപോലെ ഡെഫിനേഷൻസ് പഠിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. അത് മസ്റ്റ് ആണ് കേട്ടോ. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും എന്തായാലും നോക്കിക്കോളുക. അപ്പം കെമിസ്ട്രിയുടെ നിങ്ങൾ ഇതിൻ്റെ അത് നോക്കുമ്പം
എന്താ പറയുക, ലാസ്റ്റ് വരുന്ന പാഠങ്ങൾ ഹൈഡ്രോ കാർബൺ, എൻവയോൺമെന്റൽ കെമിസ്ട്രി, ലാസ്റ്റ് 2 പാഠം, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, നോമൻക്ലേച്ചർ, IUPAC നെയിമിംഗ് ഒക്കെ നല്ല എളുപ്പമുള്ള പോർഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഒട്ടും പഠിക്കാൻ പറ്റാത്തവർക്ക് വരെ പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് ആണ് ഈ IUPAC നെയിമിംഗ് ഒക്കെ. സോ അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ കെമിസ്ട്രി 14 ചാപ്റ്റേഴ്സിൽ ഒരു 7 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തീർക്കാൻ പറ്റണം. 7 ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, ഫോക്കസ് ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോർഷൻസ്. നന്നായിട്ട് പഠിക്കുന്നവർ ഫോക്കസ് ഏരിയ മുഴുവൻ കവർ ചെയ്യുക. മുഴുവൻ മാർക്ക് മേടിക്കണം എന്നുള്ള കുട്ടികൾ ഫോക്കസ് ഏരിയ മുഴുവൻ കവർ ചെയ്ത്. ഇപ്പം എന്തായാലും കവർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്താൽ മതി. സോ 26ഉം 27 നിങ്ങൾ ഏത് പഠിക്കുക? കെമിസ്ട്രി തന്നെ പഠിക്കുക കേട്ടോ. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ മറന്നു പോവരുത്. സോ 27 കെമിസ്ട്രി കഴിഞ്ഞ് കെമിസ്ട്രി പഠിച്ച് 28-ന് നിങ്ങൾ പോയി കെമിസ്ട്രി എക്സാം എഴുതും. എക്സാം എളുപ്പമായിരിക്കും, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ 2 ദിവസം നന്നായിട്ട്, ഞാൻ പറഞ്ഞു IUPAC നെയിമിങ്, അതുപോലെ തന്നെ ആദ്യത്തെ പാഠങ്ങളിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ കുറച്ച് ലോസ് ഉണ്ടല്ലേ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അങ്ങനെയുള്ള ലോസും കാര്യങ്ങളെല്ലാം, നെയിംഡ് തിയറംസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. കെമിസ്ട്രി ഉച്ചയ്ക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ ദിവസവും എക്സാം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അപ്പം അത് എക്സാം കഴിഞ്ഞ് വന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 3-4 മണിയാവുമ്പോൾ നിങ്ങൾ തുടങ്ങുക. നെക്സ്റ്റ് സബ്ജക്റ്റിനുള്ള പഠനം നിങ്ങൾ തുടങ്ങുക. അപ്പം കെമിസ്ട്രി കഴിഞ്ഞ് നിങ്ങൾ 28-ന് എക്സാം കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നാത്തവർ തുടങ്ങിക്കോ, കുഴപ്പമില്ല. ചില കുട്ടികളുണ്ടാവും അല്ലേ, റെസ്റ്റ് എടുത്താൽ എൻ്റെ സമയം പോകും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കും. അപ്പം അങ്ങനെയുള്ളവർ നേരത്തെ തുടങ്ങിക്കോളാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എല്ലാവർക്കും, ഈ ഒരു ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം ഓരോരുത്തരും അവരവരുടെ സമയം നന്നായിട്ട്, ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് 24 മണിക്കൂറേ ഉള്ളൂ, നമുക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ ഒരു 24 മണിക്കൂർ ആ കുട്ടി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടാവുകയല്ല, അതുകൊണ്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. സോ ആ ഒരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പം ബാക്കി അവൻ അങ്ങനെയായിരിക്കും പഠിക്കുന്നത്, അവൻ ഇങ്ങനെയായിരിക്കും പഠിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അവൻ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും, ഞാനൊന്നും പഠിച്ചില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേ വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എക്സാം എഴുതുക, അത് മാത്രം ഇനി ചിന്തിച്ചാൽ മതി. ഇനി കെമിസ്ട്രി 28-ന് എക്സാം കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും മാത്സ് തുടങ്ങാം. മാത്സ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി മാത്സിന്റെ PDF എല്ലാം പറഞ്ഞു തന്നിരുന്നു അല്ലെ. PDF ഒരു എന്താ പറയുക, ഫുൾ ചാപ്റ്റേഴ്സ് 16 ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഇക്വേഷൻസ് എല്ലാം അതൊന്ന് ജസ്റ്റ് എടുത്ത് വായിച്ച് നോക്കിയിട്ട് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക കേട്ടോ. അത് ജസ്റ്റ് എടുത്ത് വായിച്ച് നോക്കിയിട്ട് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക. എന്നിട്ട് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയല്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ്, അത് പഠിക്കുക. അന്നത്തെ ദിവസം അത് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 29 ഒരു ഡേറ്റ് ഉണ്ട്. 29-ന് നിങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഫോക്കസ് ഏരിയ മുഴുവൻ കവർ ചെയ്യുക. ഇനിയിപ്പം ഒട്ടും ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരു ആവറേജ് താഴെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അവരെല്ലാവരും എന്ത് ചെയ്യുക? മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ റിവൈസ് ചെയ്യുക. സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. സെയിം ക്വസ്റ്റ്യൻ വരും എന്ന് ഞാൻ പറയുന്നില്ല, വരില്ല. സെയിം പാറ്റേൺ, നമ്പേഴ്സ് ഒക്കെ മാറ്റി അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് എല്ലാം മാറ്റി ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ 29 ആ ദിവസം ഏത് പഠിക്കുക നിങ്ങൾ? മാത്സ്. കാര്യം മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് 29 കഴിഞ്ഞ് 30-ന് പോയി മാത്സ് എക്സാം എഴുതാം. മാത്സ് എക്സാം എഴുതുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് ഇത് പറയാം. അപ്പോൾ മാത്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. 16 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന പോർഷൻസ് മാത്രമായിട്ട് പഠിക്കാം. വേറെ സീനൊന്നും ഇല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട കേട്ടോ. ഇനി നെക്സ്റ്റ് 30-ന് എക്സാം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് 4-ാം തീയതിയാണ് ഫിസിക്സ്. ഫിസിക്സിന് നിങ്ങൾക്കറിയാം 15 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഫിസിക്സിന് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 15 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എത്ര ദിവസം പഠിക്കാനുണ്ട്? 3 ദിവസം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഓരോ ദിവസം 5 പാഠം വീതം, 5, 10, 15.
അപ്പോൾ ആ 5 പാഠം തീർക്കുക എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻസ് മാത്രം ഡിസ്കസ് ചെയ്യുക. മാത്സ് എക്സാം കഴിഞ്ഞ് വന്നാൽ പിന്നെ മാത്സിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതുപോലെ കെമിസ്ട്രി ഓരോ എക്സാമും കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അത് ഡിസ്കസ് ചെയ്യാൻ പോലും പോകണ്ട, അതിന് സമയം കളയേ ചെയ്യരുത് കേട്ടോ. അപ്പം മാത്സ് എക്സാം കഴിഞ്ഞ് വന്ന പാടെ നിങ്ങൾ എന്ത് ചെയ്യുക, വന്ന് റെസ്റ്റ് എടുത്ത് ഒരു 4 മണി ആകുമ്പോഴത്തേനും ഫിസിക്സിന്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതാണെങ്കിൽ ഒന്നും കൂടെ നോക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഓരോ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ തൊട്ടടുത്ത എക്സാമിന്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് നോക്കിയതാണെങ്കിലും ഒന്നും കൂടെ നോക്കുക. അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ് തുടങ്ങിക്കോളുക. ഓരോ ദിവസവും 5 ചാപ്റ്റർ എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഫോക്കസ് ഏരിയയിൽ ലാസ്റ്റ് പാഠങ്ങൾക്ക് അറിയാലേ, വേവ്സ്, ഓസിലേഷൻ തിയറി, കൈനറ്റിക് തിയറി, തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലൈഫ് തെർമോഡൈനാമിക്സ്, എന്തായാലും ആ കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പം അതെല്ലാം ഫോക്കസ് ഏരിയ കുറച്ച് പോർഷൻസേ ഉള്ളൂ, അതെല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോവുക കേട്ടോ. അപ്പം പഠിക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു, ഒന്നും ടെൻഷൻ അടിക്കേണ്ട. എക്സാം നല്ല എളുപ്പമായിരിക്കും. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പിന്നെയും പറയാണ്, അനലൈസ് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ഒരു 3 ദിവസങ്ങൾ ഫിസിക്സ് 15 ചാപ്റ്റർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, 15 മുഴുവനായിട്ട് പഠിക്കണം എന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പം ആ ദിവസങ്ങളിൽ ഉറക്കം വേണ്ട, ഫുഡ് വേണ്ട എന്നൊന്നും വിചാരിക്കരുത്. നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നല്ല, ഈ ഒരു പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും ഉറങ്ങാനും എല്ലാം സമയം കൊടുക്കുക കേട്ടോ. കാരണം ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളാണ് പോയി എക്സാം എഴുതേണ്ടത്. എക്സാം ഹാളിൽ ഇരുന്ന് ഉറങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ പഠിച്ചതിനൊന്നും ഒരു വില ഉണ്ടാവില്ല. സോ എക്സാം ഹാളിൽ ഇരുന്ന് ഉറങ്ങാണ്ടിരിക്കാൻ നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ ഇച്ചിരി നന്നായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ. 4-ാം തീയതി ഫിസിക്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് 8-ാം തീയതിയാണ് എക്സാം ഉള്ളത്. ബയോളജി പഠിക്കാൻ നിങ്ങൾക്ക് 3 ദിവസം ഉള്ളത്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു പോർഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടാവും. അത് പിന്നെയും നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാലും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന രീതിയാണ് അല്ലേ. അപ്പം പഠിച്ച കാര്യം ആദ്യം പഠിച്ചിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കറിയാം, ബയോളജി, ബോട്ടണി, സുവോളജി രണ്ടെണ്ണമായിട്ടാണ് തിരിച്ചേക്കുന്നത്. ബോട്ടണിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ സുവോളജിയും 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ അപ്പം 22 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇവിടെ പഠിച്ച് തീർക്കണം. അപ്പോൾ ഈ ഒരു ബയോളജി പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ചെറിയ ഡെഫിനീഷൻസ് ഇല്ലേ, അതെന്തായാലും നിങ്ങൾ പഠിക്കുക. ഓരോ പാഠത്തിൽ നിന്നുമുള്ള ചെറിയ ഡെഫിനീഷൻസ് മസ്റ്റായിട്ടും പഠിക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ ഫിഗറിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെന്തായാലും നിങ്ങൾ പഠിക്കുക കേട്ടോ. ആ ഒരു അടയാളപ്പെടുത്തേണ്ട സംഭവങ്ങളെല്ലാം. പിന്നെ ഈ ഒരു ബയോളജി പഠിക്കാൻ നിങ്ങൾക്കറിയാം, എത്ര നമ്മൾ ഡെഫിനേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാലും പകുതി നമ്മൾ മറന്നു പോവും. പക്ഷേ അങ്ങനെ മറന്നു പോകും എന്ന് വിചാരിച്ച് പഠിക്കരുത്, അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് മറന്നു പോവില്ല, എന്തായാലും പഠിക്കാം എന്ന് വിചാരിച്ച് തന്നെ പഠിക്കാം കേട്ടോ. അപ്പം ഈ ഒരു സുവോളജി, ബോട്ടണി എന്നുള്ള ഒരു സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ദിവസം ബോട്ടണി തന്നെ പഠിക്കുകയൊന്നും വേണ്ട. ബോട്ടണി കുറച്ച് നേരം പഠിക്കുക, അത് കഴിഞ്ഞ് സുവോളജി പഠിക്കുക, പിന്നെയും ബോട്ടണി എടുത്ത് പഠിക്കുക, സുവോളജി മീൻസ് ഒരു രണ്ട് ചാപ്റ്റർ ബോട്ടണി പഠിച്ചു, 2 ചാപ്റ്റർ സുവോളജി പഠിച്ചു, അങ്ങനെ പോയാൽ മതി. പഠിച്ച കാര്യങ്ങൾ പിന്നെയും നോക്കുക. അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു ഫിസിക്സ് എക്സാം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് ഉച്ചയ്ക്ക് എക്സാം റെസ്റ്റ് എടുത്ത് ഒരു 4 മണി ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ബയോളജിയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും എടുത്ത് അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, ഓരോ പാഠത്തിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തൊക്കെ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ആ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം, ആ ഒരു മോഡൽ എക്സാം ഓരോ അതാത് സബ്ജക്റ്റിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് 5, 6, 7 ഞാൻ ബോട്ടണി, സുവോളജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാവിലെ ഒരു 3-4 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഈ ദിവസങ്ങളിൽ പഠിക്കണം. ആ ഒരു സമയം നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും പരീക്ഷയ്ക്ക്, ടെൻഷൻ അടിക്കേ വേണ്ട. സോ ഈ ഒരു ബോട്ടണി, സുവോളജി 3 ദിവസം നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 22 പാഠവും അതുപോലെ എല്ലാം കറക്റ്റായിട്ട് പഠിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എക്സാം ഒക്കെ നല്ല എളുപ്പമായിരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. അപ്പോൾ നമ്മുടെ ബയോളജി എക്സാം കഴിഞ്ഞു. ആ ഒരു 8-ാം തീയതി കഴിയുമ്പോഴത്തേനും നമുക്ക് പകുതി ആശ്വാസമാവും. നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളെല്ലാം, കമ്പ്യൂട്ടർ സയൻസിനാണ് പിന്നെ ഉള്ളത് 18-ാം തീയതി, അത് അങ്ങാണ് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു 8-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ബയോളജി സയൻസുകാർക്കൊരു പകുതിയല്ല ഒരു 70% ആശ്വാസമായി. ഇനി 2 സബ്ജക്റ്റും കൂടി ഉള്ളൂ, പാർട്ട് 1 ഇംഗ്ലീഷും പാർട്ട് 2 ലാംഗ്വേജും. അപ്പം
നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് പഠിക്കാൻ 2 ദിവസം ഏറ്റവും ടഫ് മീൻസ് +1 അല്ലെങ്കിൽ +1+2 നിങ്ങൾക്ക് A+ കിട്ടുന്ന അല്ലെങ്കിൽ മുഴുവൻ A+ കിട്ടുന്ന കുട്ടികൾക്ക് നന്നായിട്ട് പണി തരുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. എനിക്ക് നല്ല അനുഭവമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. മോഡൽ എക്സാമിന് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അപ്പം അതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഓരോ പാഠത്തിന്റെയും ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. ഇംഗ്ലീഷിന് 8 ലെസൺസ് ആണ് ഫോക്കസ് ഏരിയയിലുള്ളത്. ആ ഒരു 8 ലെസൺസ് നന്നായിട്ട് വായിക്കാം, പാഠം നന്നായിട്ട് വായിക്കുക കേട്ടോ. പാഠം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ അതൊക്കെ വരുന്നതിന് നിങ്ങൾക്ക് ഇച്ചിരി നന്നായിട്ട് എഴുതാൻ പറ്റും, പാഠം നന്നായിട്ട് അറിയാമെങ്കിൽ. മീൻസ് പാഠത്തിൽ ഓരോരുത്തരുടെ പേര് അല്ലെങ്കിൽ ഓരോ ലെസൺസിലും എന്താണ് അതിൻ്റെ തീം, ഓരോ കഥയുടെയും, അതുപോലെ ആ ഒരു പാഠം കഴിഞ്ഞു വരുന്ന ആക്ടിവിറ്റീസ് അതെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കുക. സോ ആ ഒരു 2 ദിവസം നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം 2 ദിവസം നിങ്ങൾക്കിപ്പോൾ അതാ 2 ദിവസത്തിനിടയ്ക്ക് ഒന്ന് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിക്കണം തോന്നിയാലും പഠിച്ചോ, അതൊരു സീനും ഇല്ല. അപ്പം നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ് ഞാൻ സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദി അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ് 13-ാം തീയതി അല്ലേ. അപ്പോൾ ആ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ഇംഗ്ലീഷ് കഴിഞ്ഞ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് പഠിച്ചോളും, അതൊന്നും സീനില്ല. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതോടെ നമ്മുടെ 13-ാം തീയതിയോടെ ബയോളജി സയൻസുകാരുടെ എക്സാം മുഴുവൻ കംപ്ലീറ്റ് ആയി. 13-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ. എക്സാം കാരണം നിങ്ങൾ ചെയ്യാതെ മാറ്റി വെച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു, ഒരു സീനും ഇല്ല. അപ്പം ഈ ഒരു പ്രാർത്ഥനയും കൂടെ ഒപ്പം വേണം. ഈ ഒരു 13-ാം തീയതി വരെയുള്ള അല്ലെങ്കിൽ 18-ാം തീയതി വരെയുള്ള എക്സാംസ് ഒരു മുടക്കവും ഇല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തീർന്നു കിട്ടാൻ പഠിക്കണം. കാരണം ഈ ഒരു എക്സാം തുടങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീരുന്ന നല്ലത്. ഇടയ്ക്കുള്ള എക്സാം ഇങ്ങനെ മാറ്റി വെച്ചുള്ള കഥ നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾ തന്നെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു മാറ്റി വെക്കാണ്ട് എക്സാം എല്ലാം അതാത് കറക്റ്റ് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം അത് കഴിഞ്ഞ് അപ്പോൾ 13-ാം തീയതി ബയോളജി സയൻസുകാർ ഫ്രീ ആയി. അവര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ചെയ്തു. +2ന്റെ ക്ലാസ്സസ് അതെല്ലാം പതുക്കെ തുടങ്ങും. അപ്പം 13-ാം തീയതി കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഒരു 18-ാം തീയതി എക്സാം വരുന്നുണ്ട്. അവർക്ക് 4 ദിവസം കൊണ്ട് പഠിക്കാൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പകുതി ആശ്വാസമായി 13-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേനും ഇനി കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എല്ലാ പോർഷൻസും പഠിക്കുക. 4 ദിവസം കൊണ്ട് പരീക്ഷ കഴിഞ്ഞു, ബാക്കി എല്ലാ കുട്ടികളും പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പരീക്ഷ, അന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്കാണ് എക്സാം, അത് നിങ്ങളെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം 4 ദിവസം കമ്പ്യൂട്ടർ സയൻസ് നന്നായിട്ട് പഠിച്ച് 18-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് എക്സാം എഴുതി നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. അപ്പം ഈ ഒരു ടൈം ടേബിൾ, ഈ ഒരു പ്ലാൻ അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആണ്. എത്ര തവണ നോക്കിയതാണെങ്കിലും ഞാൻ പറഞ്ഞ രീതിക്ക് ഓരോ എക്സാം കഴിഞ്ഞ് വരുമ്പോഴും തൊട്ടടുത്ത സബ്ജക്റ്റിന്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, 50 മാർക്കിന് ചോദ്യം ചോദിക്കും, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല പരിചയം ഉണ്ടാവും. മീൻസ് നിങ്ങൾ പബ്ലിക് എക്സാം എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നേരത്തെ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. സോ നന്നായിട്ട് ഈ ഒരു ഇനിയുള്ള ദിവസങ്ങൾ ഒക്ടോബർ 18 വരെയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.